നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റുള്ള രാജ്യങ്ങളിൽ പല ഉച്ചകോടിയിലും പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുകയും അമേരിക്കയെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് ട്രംപിനെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. മുൻപത്തേനേക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ആക്രമണമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖയിലെ കുർറാം ജില്ലയിലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തിയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. പാകിസ്ഥാൻ സുരക്ഷാ സേനയും അഫ്ഗാനിസ്ഥാൻ താലിബാനും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഇരു രാജ്യങ്ങളിലെയും നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഖുറാമിൽ അഫ്ഗാൻ താലിബാനും ഫിറ്റ്ന അൽ ഗവാരിജും ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർക്കുകയും പാകിസ്ഥാൻ സൈന്യം പൂർണ്ണ ശക്തിയോടെയും തീവ്രതയോടെയും തിരിച്ചടിക്കുകയും ചെയ്തെന്നും അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ചയിൽ ഇത് രണ്ടാം തവണയാണ് ഇരു വിഭാഗവും അതിർത്തിയിൽ ഇത്തരത്തിൽ വെടിവയ്പ് നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഗോസ്റ്റ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി പോലീസ് താഹിർ അഹ്റാർ ഏറ്റുമുട്ടലുകൾ സ്ഥിരീകരിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അഫ്ഗാൻ താലിബാൻ സൈനിക പോസ്റ്റുകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായതായും ടാങ്കുകൾ തകർന്നതായും അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ന്യൂസ് ചാനലുകളിലൂടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഖുറാം സെക്ടറിൽ അഫ്ഗാൻ താലിബാന്റെ മറ്റൊരു പോസ്റ്റും ടാങ്കറും നശിപ്പിക്കപ്പെട്ടതായും തുടർന്ന് ഷംസാദാർ പോസ്റ്റിലെ 4ാമത്തെ ടാങ്ക് പൊസിഷനും ആക്രമിക്കപ്പെട്ടതായാണ് ഇവർ വ്യക്തമാക്കുന്നത്. പാക് സൈന്യം ജനവാസ കേന്ദ്രങ്ങളിൽ ഷെല്ലാക്രമണം നടത്തിയെന്നും ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫിറ്റ്ന അൽ ഗവാരിജിന്റെ ഒരു പ്രധാന കമാൻഡർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ അഫ്ഗാൻ ടാങ്കുകൾക്കും സൈനിക പോസ്റ്റുകൾക്കും കേടുപാടുകൾ വന്നതായും റിപ്പോർട്ടുകളുണ്ട്. അഫ്ഗാനിലെ ഗോസ്റ്റ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി പോലീസ് വക്താവാണ് ഏറ്റുമുട്ടൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ഈ ആഴ്ചയിൽ തന്നെ 7 ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ അഫ്ഗാൻ സൈന്യവും പാകിസ്ഥാൻ താലിബാനും ചേർന്ന് പ്രകോപനമില്ലാതെ ഒരു പാകിസ്ഥാൻ പോസ്റ്റിന് നേരെ വെടിയുതിർത്തതെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ കുറാം ജില്ലയിൽ പാക് സൈന്യം ശക്തമായി തിരിച്ചടിച്ചെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാന്റെ പരിശീലന കേന്ദ്രം പാക് സൈന്യം നശിപ്പിച്ചതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാക് അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും അഭ്യർത്ഥനയെ തുടർന്ന് ഞായറാഴ്ച ഏറ്റുമുട്ടൽ അവസാനിച്ചിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനും ഇടയിലുള്ള വഴികൾ അടഞ്ഞുകിടക്കുകയാണ്. 58 പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്നാണ് അഫ്ഗാൻ അവകാശപ്പെടുന്നത്. എന്നാൽ തങ്ങളുടെ 23 സൈനികരെ നഷ്ടമായെന്നും 200-ലധികം താലിബാൻകാരെ കൊലപ്പെടുത്തിയെന്നും പാകിസ്ഥാൻ പറയുന്നു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയതോടെയാണ് സംഘർഷം തുടങ്ങിയത്. ഇപ്പോൾ പാകിസ്ഥാൻ താലിബാനുമായി ഒരു സാധാരണ നില സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഭാവിയിൽ സ്വന്തം മണ്ണിൽ നടക്കുന്ന ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാനുള്ളിൽ പ്രതികാരം ക്ഷണിച്ചു വരുത്തുമെന്ന് അവർ വ്യക്തമാക്കി. ഇന്ത്യയുടെ നരേന്ദ്രമോദി സർക്കാർ ഏപ്രിലിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നിലപാടിനെയാണ് ഈ നിലപാട് പ്രതിഫലിപ്പിക്കുന്നത്. അന്ന് ഇസ്ലാമാബാദും ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. മെയ് മാസത്തിൽ പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തി. അതിന്റെ ഫലമായി 4 ദിവസം നീണ്ടുനിന്ന സംഘർഷവും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇരുപക്ഷവും മിസൈലുകളും ഡ്രോണുകളും പീരങ്കികളും എന്നിവ ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതി സൂചിപ്പിക്കുന്നത് വാരാന്ത്യത്തിൽ പോരാട്ടത്തിന് അയവ് വന്നിട്ടുണ്ടാമെങ്കിലും വരും ആഴ്ചകളിൽ പിരിമുറുക്കങ്ങൾ കുറയാൻ സാധ്യതയുണ്ടെന്നും ഒരു ശാശ്വത വഴിത്തിരിവ് ഇപ്പോഴും അവ്യക്തമാണെന്നും വിശകലന വിദഗ്ധർ പറയുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളിൽ പാകിസ്ഥാൻ അധികാരികൾ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കുന്നുണ്ട്. 2007 അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്നറിയപ്പെടുന്ന സമയത്താണ് TTP ഉയർന്നു വന്നതും. വർഷങ്ങളായി ഇസ്ലാമാബാദിനെതിരെ സായുധ പ്രചാരണം നടത്തിവരികയാണ്. കർശനമായ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്.
തടവിലാക്കപ്പെട്ട അംഗങ്ങളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനിലെ മുൻ ഗോത്ര പ്രദേശങ്ങളെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയുമായി ലയിപ്പിക്കുന്നത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്ന് TTP സ്വതന്ത്രമാണ്. എന്നാൽ രണ്ട് ഗ്രൂപ്പുകളും പ്രത്യയശാസ്ത്രപരമായി യോജിക്കുന്നു. TTPക്കും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഖൊറാസൻ പ്രവിശ്യ തുടങ്ങിയ മറ്റു ഗ്രൂപ്പുകൾക്കും അഭയം നൽകിയതിനെ ഇസ്ലാമാബാദ് കാബൂളിനെ കുറ്റപ്പെടുത്തുന്നു. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം TTP ആക്രമണങ്ങൾ കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വർദ്ധിച്ചു വരുന്ന പ്രവണതയെ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ അത് കൂടുന്നു എന്നുള്ളത് മാത്രമാണ് എടുത്തു കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം സുരക്ഷാ സേനയ്ക്കെതിരെ കുറഞ്ഞത് 600 ആക്രമണങ്ങളെങ്കിലും TTP നടത്തിയിട്ടുണ്ടെന്നാണ് ഡാറ്റ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. 2025 ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനം 2024 കണ്ടതിനേക്കാൾ കൂടുതലാണ്. ഇത് US ആസ്ഥാനമായുള്ള ആംഡ് കോൺഫ്ലിക്റ്റ് ലൊക്കേഷൻ ഇവന്റ് ഡാറ്റ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ പറയുന്നതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി നിരവധി ആക്രമണങ്ങളിൽ ഓഫീസർമാർ ഉൾപ്പെടെ 2 ഡസനിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒക്ടോബർ 8 നടന്ന അത്തരമൊരു സംഭവത്തോടെ ചൈന, ഇറാൻ, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന TTPയെയും മറ്റ് സായുധ ഗ്രൂപ്പുകളെയും ഇല്ലാതാക്കാൻ താലിബാനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 1 നടന്ന മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷനിൽ ആ ആഹ്വാനം പുതുക്കി. അതിൽ താലിബാൻ വിദേശകാര്യമന്ത്രി മുത്താഖിയും പങ്കെടുത്തു. സിംഗപ്പൂരിലെ രാജരത്നം സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ തീവ്രവാദ പണ്ഡിതനും ഗവേഷകനുമായ അബ്ദുൾ ബാസിദ് താലിബാനുമായും പാകിസ്ഥാനുമായും ശക്തമായ ബന്ധമുള്ള ഗൾഫ് രാജ്യങ്ങളുമായോ ചൈനയുമായോ ഉള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നയതന്ത്ര നടപടികൾ പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു. മാത്രമല്ല, സംഭാഷണം പുനരാരംഭിക്കുന്നതിനായി ഇസ്ലാമാബാദും കാബൂളും ഏതെങ്കിലും മൂന്നാം രാജ്യത്ത് മറ്റൊരു റൗണ്ട് മീറ്റിംഗുകൾ നടത്തുമെന്ന് താൻ കരുതുന്നു എന്നും പിരിമുറുക്കങ്ങൾ തുടരുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നും ചിലപ്പോൾ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാൻ അതിർത്തിയിൽ മറ്റൊരു റൗണ്ട് ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾക്ക് തീർച്ചയായും തള്ളിക്കളയാനാകില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് താവളമായി അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നത് തടയാൻ താലിബാനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇസ്ലാമാബാദ് ഇതുവരെ പരാജയപ്പെട്ടുവെന്നും മുൻകാലങ്ങളിൽ അനൗപചാരിക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള മുൻ പാകിസ്ഥാൻ അംബാസഡർ സീമ ഇലാഹി പറഞ്ഞു. ഇത്തരം സംഘർഷങ്ങൾ ഉഭയകക്ഷി സഹകരണത്തെ ദുർബലപ്പെടുത്തുകയും പ്രാദേശിക സ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന് ഇരുപക്ഷവും തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സ്വാധീനമുള്ള ചൈനയ്ക്ക് നയതന്ത്രത്തിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വേലികൾ നന്നാക്കാൻ ഒരു മധ്യസ്ഥനാകാൻ കഴിയും. പക്ഷേ ഇതുവരെയായിട്ടും ഒരു രാജ്യത്തിന്റെ ഇടപെടലും നടന്നിട്ടില്ല. മറ്റുള്ള ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുള്ള യുദ്ധങ്ങൾ ഒരു തരത്തിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ആക്രമണം ഇത്തരത്തിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ആക്രമണം കൂടാനുള്ള സാധ്യതയാണ് പല യുദ്ധ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്.